ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡിലേക്കാണ്. തട്ടേക്കാട്ടിലുള്ള ഞാനുണ്ട്, എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി കഴിയുമ്പോൾ ഇതാണ് നമ്മൾ ഇറങ്ങി വരുന്ന ഭാഗം. ഇനി നമ്മൾ ആ ഒരു ബൈക്ക് വെച്ചതിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു വഴി കൂടെ വേണം അപ്പുറത്ത് കടക്കാൻ വേണ്ടി. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിൻ്റെ പ്രകൃതിയുടെ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റുന്നത്. ഇത് കണ്ടിട്ടാണ് ആൾക്കാർ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കുന്നത്. കാരണം അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമുക്കിവിടെ വരുമ്പോഴും ഫീൽ ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള നദികളും അതുപോലെ തന്നെ ആ ഒരു പുൽത്തകിടിയൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പല വിഷമങ്ങളും നമ്മൾ മറന്നു പോകും. അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം. അപ്പോൾ ആ ഒരു തോട് മുറിച്ച് കടന്ന് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെട്ടുകല്ലിൻ്റെ മുകളിലാണ്. ഈ വെട്ടുകല്ല് കടന്ന് വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി. ഇത് കടന്ന് ഈ ഒരു ചെറിയൊരു പുഴ കടന്ന് നമ്മൾ അപ്പുറത്ത് ചെല്ലുമ്പോൾ വലിയൊരു നദി കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആറെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് സാധാരണഗതിയിൽ. അപ്പം അത് അവിടെ ചെന്ന് കഴിയുമ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വരദാനം എന്നൊക്കെ തന്നെ പറയാം. അപ്പോൾ അവിടുന്ന് പറിച്ചിട്ടുള്ള പൂക്കളാണ്, അതാണ് ഞങ്ങൾ തലയിൽ ചൂടിയിരിക്കുന്നത്. നല്ല രസമാണ്. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വന്നു.